ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂരിക്ക കിതാബി യാ ഉസ്താദ്. ഉസ്താദ്, എൻ്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാഠഭാഗങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ വീക്കെൻഡിൽ അത് കംപ്ലീറ്റ് ആക്കിക്കോട്ടാ. സൂരിക്ക കിതാബി യാ ഉസ്താദു. ഖാലൽ മുദരിസു സൂരിക്ക കിതാബുക്ക മത വ ഐന. സൂരിക്ക കിതാബുക്ക്, നിൻ്റെ പുസ്തകം മോഷ്ടിക്കപ്പെട്ടോ? മത്ത, എപ്പോൾ, വ ഐന, എവിടെ, എപ്പോൾ, എവിടെ എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സുരിഖ ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി വ മബനിയു ലിൽ മജ്ഹൂലി. കിതാബു നായിബ് ഫായിലുൻ മർഫൂഉൻ വഹുവ മുളാഫ്. അൽ കാഫു ضمير متصل مبني على الفتح في محل جر مضاف إليه. متى اسم الاستفهام مبني على السكون. واو حرف العطف. أين اسم الاستفهام مبني على السكون. قال إدريس പറഞ്ഞു سُرق البارحة من غرفتي وأنا غائب عنها. سُرق البارحة من غرفتي وأنا غائب عنها. Okay. It was stolen from my room yesterday while I was in it. While I wasn't in it അല്ലേ, ഞാനതിലില്ലായിരുന്നപ്പോൾ. അതായത് ബാരിഹത്ത എന്ന് പറഞ്ഞാൽ ഇന്നലെ. എൻ്റെ റൂമിൽ ഇന്നലെ ഞാൻ ഇല്ലാതിരുന്നപ്പോൾ അത് മോഷ്ടിക്കപ്പെട്ടു. സുരിക്ക എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ടു, അത് മോഷ്ടിക്കപ്പെട്ടു. അൽ ബാരിഹത്ത ഇന്നലെ. മിൻ ഗുർഫത്തി എൻ്റെ റൂമിൽ നിന്ന്. വാവ് അന ഞാൻ, ഗായിബുൻ ഹാജരില്ലാത്തപ്പോൾ, അൻഹ അതിൽ, ഞാൻ അതിലില്ലാതിരുന്നപ്പോൾ ആ അവസ്ഥയിൽ എൻ്റെ റൂമിൽ നിന്ന് അത് മോഷ്ടിക്കപ്പെട്ടു. സുരിഖ ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി വ മബനിയുൻ ലിൽ മജ്ഹൂലി. വന്നായിബു ഫായിലുൻ ضمير مستتر تقديره هو. البارحة ظرف زمان منصوب. من غرفتي جار ومجرور. غرفتي مضاف يا متكلم مضاف إليه. واو الحال مبني على الفتح. അല്ലേ, ഞാൻ ഇല്ലാതിരുന്ന അവസ്ഥയിൽ. അന ضمير منفصل مبني على السكون في محل رفع فاعل. عفوا مبتدأ. غائب خبر مرفوع. عنها جار ومجرور. أنا غائب عنها الجملة الاسمية في محل نصب حال. ഓക്കെ അല്ലേ അത്? ശരി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വസുരിഖത്ത് മഅഹു അഷിയാഉ ഉഖറു. അതോടൊപ്പം മറ്റു ചില വസ്തുക്കളും മോഷ്ടിക്കപ്പെട്ടു. സം അതർ തിങ്സ് വേർ സ്റ്റോളൻ. അതോടൊപ്പം, സുരിഖത്ത് മോഷ്ടിക്കപ്പെട്ടു, മഅഹു അതോടൊപ്പം, അഷിയാഉ ഉഖറു മറ്റു ചില വസ്തുക്കൾ. സാഅത്തി മൈ വാച്ച് എൻ്റെ വാച്ച്. വ ഹിദാഇ എൻ്റെ ചെരുപ്പ്. വ മുഅ്ളമുൽ മലാബിസി എൻ്റെ വസ്ത്രങ്ങൾ, എൻ്റെ മിക്ക വസ്ത്രങ്ങൾ. മോസ്റ്റ് ഓഫ് മൈ ഡ്രസ്, എൻ്റെ മിക്ക വസ്ത്രങ്ങളും, അതെല്ലാം അതോടൊപ്പം മോഷ്ടിക്കപ്പെട്ടു. സുരിഖത്ത് ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി വ മബനിയുൻ ലിൽ മജ്ഹൂലി. അത്താഉ താഉ തഅനീസ് മബനിയുൻ അലൽ സുകൂനി. മഅ ظرف മകാൻ മൻസൂബുൻ. അൽഹാഉ ضمير متصل مبني على الضم في محل جر مضاف إليه. أشياء نائب فاعل مرفوع. സുരിഖത്തിൻ്റെ നായിബ് ഫായിലാണ് അഷിയാഉ. ഉഖറു നഅത്തുൻ മർഫൂഉൻ. അഷിയാഉ എന്നതിൻ്റെ നഅത്താണ്. ഉഖറു മംനു മിന സർഫാണ്. രണ്ടും, ബോത്ത് അഷിയാഉ ആൻഡ് ഉഖറു രണ്ടും മംനു മിന സർഫാണ്. സാഅത്തി, അപ്പോൾ ഇവിടെ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു പറഞ്ഞില്ലേ, അപ്പോൾ എങ്ങനെയായിരിക്കും സാഅത്തി പറയുക? സാഅത്തി പറയുമ്പോൾ അതിൻ്റെ ബദലാണ് കേട്ടോ. എൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു എന്നിട്ട് ആ വസ്തുക്കളെ വീണ്ടും ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയാണ്, ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ബദൽ എന്നാണ്. സാഅത്തി എന്ന് പറഞ്ഞാൽ ബദലുൻ മർഫൂ അല്ലേ? അതെ, ബദലുൻ മർഫൂഉൻ.
ഇനി റഫിൻ്റെ അടയാളം പറയും കുറച്ച് പണിയുണ്ട് അല്ലേ. അലാമത്തുർ റഫ്ഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു അലാമ ഖബല യാ ഇൽ മുത്തകല്ലിമി വഹുവ മുലാഫ് യാ മുത്തകല്ലിം മുലാഫിൻ ഇലൈഹി ഹിദാ. ഇതേപോലെ തന്നെ ബദലുൻ മർഫൂഉൻ ഇതേപോലെ പറയാം കേട്ടോ. അലാമത്തുർ റഫ്ഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു റഫ്ഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു അലാമ ഖബല യാ ഇൽ മുത്തകല്ലിമി വഹുവ മുലാഫ് യാ മുത്തകല്ലിം മുലാഫിൻ ഇലൈഹി വാവു ഹർഫുൽ അത്ഫ് മുഅല്ലമു. അവിടെ ശ്രദ്ധിക്കണേ, മുഅല്ലമു മോസ്റ്റ് ഓഫ് മൈ ഡ്രസ് എന്നാണല്ലേ പറഞ്ഞത്. മുഅല്ലമു അധിക ഡ്രസ്സുകളും. അവിടെ മുഅല്ലമു ബദൽ, വീണ്ടും ബദൽ തന്നെയാണ്. വഹുവ മുലാഫ് മലാബിസി മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ് യാ മുത്തകല്ലിം മുലാഫിൻ ഇലൈഹി. എൻ്റെ അധിക ഡ്രസ്സുകളും അധിക എന്താ പറയുക, അധികം ഡ്രസ്സുകളും, അധികം ഡ്രസ്സുകൾ, മിക്ക വസ്ത്രം, അതാണ് നല്ലത്. മോസ്റ്റ് ഓഫ് മൈ ഡ്രസ്സസ്, മിക്ക വസ്ത്രം, എൻ്റെ മോസ്റ്റ്. ഏതാണ് ഹിദാ? ചെരുപ്പ്. ഷൂ 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 ചെരുപ്പിന് അയലത്തുനാണ് അല്ലേ. ഹിദാ ഷൂ ഷൂ ആണ് കേട്ടോ. അപ്പോൾ ഖാലൽ മുദരിസു പറഞ്ഞു അവല്ലകല്ലാഹു മിൻഹ. അവല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവ് നികത്തി എന്നാണ്. അവല്ല അഫ്വൻ അവല്ലല്ല അവലാണ് കേട്ടോ. അവല ഞാൻ വായിച്ചെടുത്തിട്ട് അവല ഇതാണ് ഫഅല വസ്നാണ് കേട്ടോ. ഫോം 2 സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്. അവല യുവദ്ദിഉ അല്ലേ. അവല സബ്ബഹ യുസബ്ബിഹു യുസബ്ബി അവല അപ്പോഴും പോയല്ലോ. സബ്ബഹ യുസബ്ബി ബാക്കല്ലേ ശ്രദ്ധ. അയിൻ കലിമക്കല്ലേ ശ്രദ്ധ. പറയണ തെറ്റതാ. എനിക്ക് ഞാൻ പറയുന്നതിൽ അക്ഷരങ്ങൾ തെറ്റിപ്പോകുന്നതാണ്. യു അവ്വിലു. ഞാൻ ഇവിടെ വാവിന് ശ്രദ്ധ വരണ്ട, അതിന് ലോദിനുള്ള ശ്രദ്ധ ഉണ്ട്. യു അവ്വിലു ഞാൻ പറയുന്നതാണ് കേട്ടോ തെറ്റ്. അപ്പോൾ ഒന്ന് നോക്കിയേ. അവ്വല യു അവ്വിലു കുറവ് നികത്തുന്നു. തഅവീൽ അവ്വിൽ. ശരി. റഹ്മാനായറബ്ബേ. ഓക്കെ ശരി. ഇത് മാലിന് നമുക്ക് എന്ത് ദുആഇൻ്റെ അർത്ഥം കിട്ടില്ലേ, അതാണ് കേട്ടാ. അവ്വലകല്ലാഹു മിൻഹാ. എന്താ പറഞ്ഞത്? മേ അള്ളാഹ് കോമ്പൻസേറ്റ് യു ഫ്രം ഇറ്റ്. അള്ളാഹു അതിൽ നിന്ന് നിനക്ക് പകരം നൽകട്ടെ, നമ്മളങ്ങനത്തെ ഒരു പ്രാർത്ഥന ചൊല്ലാം. അവ്വല ഫേലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി. അൽ കാഫു ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അല്ലാഹു ലഫ്ദുൽ ജലാല ഫായിലുൻ മർഫൂഉൻ മിൻഹാ ജാറുൻ വ മജ്റൂറുൻ. അടുത്തത് ഉരീദുൽ ആന അൻ അസ്അലക്കും അസ്ഇലതൻ ഫീമാ ദറസ്തും അംസി. ഉരീദു ഞാൻ ആഗ്രഹിക്കുന്നു. ഉരീദു അൽ ആന ഇപ്പോൾ, അൻ അസ്അലുക്കും നിങ്ങളോട് ചോദിക്കാൻ, അസ്ഇലതൻ ഒരു ചോദ്യം, ഫീമ അതിൽ നിന്ന്. അസ്ഇലതൻ ഒരു ചോദ്യമല്ല കേട്ടോ, ചോദ്യങ്ങൾ എന്നാണ് കേട്ടോ. ബഹുവചനം ചോദ്യങ്ങൾ. ഫീമ അതിൽ നിന്ന്, യാതൊന്നിൽ നിന്നും. ദറസ്തും പഠിപ്പിച്ച. ദറസ്തും നിങ്ങൾ പഠിപ്പിച്ചാന്നാ. ദറസ നിങ്ങൾ പഠിച്ച എന്നാണ് കേട്ടോ. പഠിപ്പിച്ചല്ല പഠിച്ച. അംസി ഇന്നലെ. ഓക്കെ. ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻ ഫ്രം സംതിങ് യു ലേൺഡ് യെസ്റ്റർഡേ. അതെ. അതിൽ നിന്നും ഇന്നലെ പഠിച്ചതിൽ നിന്നും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഉരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മതി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. അൽ ആന ظرف زمان مبني على الفتح في محل نصب. أن حرف نصب ومصدري. أسأل فعل مضارع منصوب بالفتح والفاعل ضمير مستتر تقديره أنا. كم ضمير متصل مبني على السكون في محل نصب مفعول به. أسأل എന്നതിൻ്റെ مفعول به ആണ് كم. അൻ അസ്അലക്കും അൽ മസ്ദറുൽ മുഅവ്വലു ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. ഇതിൻ്റെ ഉരീദുവിൻ്റെ മഫ്ഊലുൻ ബിഹിയാണ് ഈ മസ്ദറുൽ മുഅവ്വൽ കേട്ടോ.
അസ്ഇലത്തൻ എന്നത് ഇവിടെ ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. അസ്ഇലത്തൻ ചോദ്യങ്ങൾ, അത് മഫൂലും ബിഹി സാനിയാണ് കേട്ടോ, രണ്ടാമത്തെ മഫൂലും ബിഹിയാണ് കേട്ടോ. അല അതിൻ്റെ ഒക്കെ ഇതിന് രണ്ട് മഫൂലും ബിഹി ഒക്കെ വരാറുണ്ട്. നിങ്ങളോട് ചോദ്യങ്ങൾ. ഫി ഹർഫു ജറിൻ മബനിയുൻ അലസുക്കൂനി. മാ ഇസ്മുൻ മൗസൂലുൻ മബനിയുൻ അലസുക്കൂനി ഫി മഹല്ലി ജറിൻ ബിഹർഫി. ഫി എന്ന ഹർഫു ജറിന് ശേഷം ഇസ്മു മൗസൂല് ജറിൻ്റെ സ്ഥാനത്ത് വന്നു. ദറസ്തും ഫിഅലുൻ മാലിൻ മബനിയുൻ അലസുക്കൂനി. തും ضمير متصل مبني على السكون في محل رفع فاعل. أمسي ظرف الزمان مبني على الكسر في محل نصب. درست أمسي. الجملة الفعلية صلة الموصول لا محل لها من الإعراب. കുഴപ്പമില്ലല്ലേ? ആ സെൻറ്റൻസ് ഓക്കെ അല്ലേ? ഓക്കെ. في أي شهر ولد رسول الله صلى الله عليه وسلم? In which month was messengers of Allah born? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് വിചാരിക്കരുത് കേട്ടോ. ഇക്കപ്പെട്ടത് എന്ന് പറയില്ല, കാരണം അത് ആ ഫീൽഡിൻ്റെ പ്രത്യേകതയാണ് അത്. ജനിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ചത് ഇഷ്ടപ്പെട്ട് പറഞ്ഞില്ലല്ലോ. അതായത് നിങ്ങളത് കാണുമ്പോൾ ഇക്കപ്പെട്ടത് എന്നല്ലേ നമ്മൾ മജ്ഹൂല് പറയാം. അതായത് മോഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയപ്പെട്ടു എന്നൊക്കെയാണ് മജ്ഹൂലിനെ പറയാം. പക്ഷേ ഈ ഒരു വുലിദ എന്നുള്ളൊരു ഫീൽഡിൻ്റെ പ്രത്യേകതയാണ് ജനിക്കുക എന്നുള്ളത്. ജനിക്കുക അതിൻ്റെ മജ്ഹൂലാണ്. ജനിക്കപ്പെട്ടു എന്ന് നമ്മളിങ്ങനെ പറയില്ല, ജനിച്ചു എന്നല്ലേ പറയാറുള്ളൂ. പക്ഷേ ഞാൻ ജനിച്ചത് എന്ന് പറയുമ്പോൾ ആ ക്രിയ ജനിപ്പിക്കുക എന്നുള്ള ക്രിയ ചെയ്തത് ഞാനാണോ? അല്ല, എൻ്റെ മദറാണ് അല്ലേ. ഞാൻ ജനിക്കപ്പെട്ടു, ഞാൻ ജനിച്ചത് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് ഇന്ന ദിവസമാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാനല്ല ക്രിയ ചെയ്തത്, ക്രിയ ചെയ്ത ആൾ വേറെയാണ് അല്ലേ. എൻ്റെ ഉമ്മ എന്താ പറയുക, എൻ്റെ ഉമ്മനെ പ്രസവിച്ച് നമ്മൾ പറയാം. ആ വാക്ക് ജനിക്കപ്പെടുന്ന വാക്ക് പറയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മജ്ഹൂലാണ് കേട്ടോ, വുലിദ എന്നുള്ളത് മജ്ഹൂലാണ് കേട്ടോ. ഫി അയ്യി ജാറുൻ വ മജ്റൂറുൻ അയ്യി മുലാഫ് ഷഹരിൻ മുലാഫിൻ ഇലൈഹി വുലിദ. വുലിദ ഫീലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. റസൂലു നായിബു ഫായിലുൻ മർഫൂഉൻ വഹുവ മുലാഫ്. അല്ലാഹു ലഫ്ലുൽ ജലാല മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ. സ്വല്ല ഫീലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി അല്ലാഹു ഫായിൽ അലൈഹി ജാറുൻ വ മജ്റൂറുൻ വാവു ഹർഫുൽ അത്ഫ്. സല്ലം ഇതല്ലേ മാലി അല്ലേ, ഫീലുൻ മാലി. വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പിന്നീടൊക്കെ ഒന്നുകൂടി നന്നായി പഠിക്കാം. ഖാല അഹ്മദുക്ക് മംനൂഉൻ മിന സർഫാണ് കേട്ടോ. അഹ്മദ് പറഞ്ഞെന്താ? വുലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഷഹരി റബീഇനിൽ അവ്വലി. റബീഇൻ അൽ അവ്വലി. അപ്പോൾ നമ്മൾ പറയാം റബീഇനിൽ അവ്വലി. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മാസത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു അല്ലേ. ഹി വാസ് ബോൺ ഇൻ ദ മന്ത് ഓഫ് റബീഉൽ അവൽ. വസന്തത്തിൻ്റെ ഒന്നാമത്തെ വസന്തകാലം. വുലിദ ഫീലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വ മബനിയുൻ ലിൽ മജ്ഹൂലി നായിബു ഫായിലുൻ ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. സല്ല പ്രാർത്ഥനയാണല്ലോ. ഫി ഷഹരി ജാറുൻ വ മജ്റൂറുൻ ഷഹരി മുലാഫുൻ റബീഇൻ മുലാഫിൻ ഇലൈഹി അൽ അവലി നഅത്ത്. അവലി റബീഇനിൽ അവലി. എന്തുകൊണ്ടായിരിക്കും അൽ അവലി വന്നത്? നഅത്തല്ലേ? മർഫൂ അല്ല, മജ്റൂറാണ്. ഞാൻ ചോദിച്ചത് ഷഹരി മുലാഫ് റബീഇൻ മുലാഫിൻ ഇലൈഹി. ഞാൻ ചോദിച്ചത് നഅത്ത് മനൂത്തിനെ പിന്തുടരണം. അപ്പോൾ മജ്റൂറൊക്കെ ഞാൻ ചോദിച്ചത് മാരിഫ അല്ലല്ലോ. മാരിഫയാണോ? അൽ അവലീൻ്റെ അൽ അവലി അലിഫ്ലാമില്ലേ? റബീൻ അലിഫ്ലാമില്ലല്ലോ. റബീന്റെ സിഫയാണ്, ഷഹരിന്റെ സിഫ അല്ല. മജ്റൂറിന്റെ ഇറാബല്ലേ ഞാൻ ചോദിച്ചത്. നക്കിറ മാരിഫല്ലേ? മാരിഫ.
അൽ അവലി മാം അത് മാരിഫയാണ്. പറട്ടെ. വസന്ത് എന്നുള്ളത് പിന്നെ ഒരു മാസത്തിന്റെ പേരല്ലേ, പേരാണ്, അതുകൊണ്ടായിരിക്കോ? അലമാണ്. അതെ, പ്രോപ്പർ നെയിം ആയതുകൊണ്ടാണ് കേട്ടോ. അലമാണ്. അലമാണ് കേട്ടോ, പ്രോപ്പർ നെയിം ആയതുകൊണ്ടാണ്, ഒരു പേരാണ് കേട്ടോ. റബി എന്നുള്ളത് സീസണിൻ്റെ പേരൊക്കെ. അത് മാരിഫയാണ് അല്ലേ ടീച്ചറെ? ഈ അതെ, പ്രോപ്പർ മാരിഫയാണ്. നെയിംസ് എല്ലാം പ്രോപ്പർ നെയിം അല്ല, മാരിഫയാണ് കേട്ടോ. قال المدرس وفي أي سنة ولد صلى الله عليه وسلم يا جابر. In what year was he born? ഏത് വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചത് ജാബിറെ? ഏത് വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചത്? വാവു ഹർഫുൽ അത്ഫ് ഫി ഐ ജാറുൻ വ മജ്റൂറുൻ ഐ മുലാഫ് സനത്തിൻ മുലാഫുൻ ഇലൈഹി. ഉലിദ ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. നായിബു ഫായിലുൻ ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. സല്ല ഒക്കെ പറഞ്ഞല്ലോ, പ്രാർത്ഥനയാണ്. യാ ഹർഫുൻ ഇദാ ജാബിറു മുനാദ മബനിയുൻ അലൽ ളമ്മി ഫി മഹല്ലി നസ്ബിൻ. ഖാല ജാബിറുൻ, ജാബിർ പറഞ്ഞു, മാ അദിരി, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അദിരി, അതിരിൻ്റെ മാലി ദറ. ദറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. ദാൽ ഫതഹ റാ ഫതഹ അലിഫ് മക്സൂറ കേട്ടോ. ദറ അറിഞ്ഞു, ന്യൂ എതിരി അറിയുന്നു. എതിരി അറിയുന്നു. ദറൻ്റെ മുലാരി ആണ് എതിരി. അതിൽ നിന്നാണ് അതിരി വന്നത്. പിന്നെ മാ വന്നപ്പോൾ അറിയില്ല എന്നായി അല്ലേ. ദറ എതിരി. ല അതിരി, ഐ ഡോണ്ട് നോ. ല അതിരി എന്നും പറയും, മാ അതിരി എന്നും പറയും. എന്താ ഡിഫറെൻ്റ് ആയിട്ട്? ഞാൻ നോക്കിയില്ലല്ലോ. അതായത് ഇവിടെ പ്രസന്റിൽ, അതെ അതെ, പ്രസന്റിൽ. ഐ ഡോണ്ട് നോ നൗ, എനിക്കിപ്പോൾ അറിയില്ല. അതായത് ഇപ്പം ഞാൻ മറന്നുപോയി, മുമ്പ് അറിയായിരുന്നു, ഇപ്പം അറിയില്ല. അതാണ് ലാ അതിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്നുള്ളൊരു സാധാരണ പറഞ്ഞ പോലെ. മാ പറയുന്നത് ഉണ്ട് അല്ലേ. ശരി, അപ്പം മാ പ്രസവിക്കണതും മരണമൊന്നും അറിയൂല. അത് സൂറത്തുൽ ലുഖ്മാന്റെ ലാസ്റ്റ് തോന്നുന്നു അല്ലേ. ഞാൻ എന്തോ ഒരു ഓർമ്മ. ശരി കേട്ടോ. അപ്പം മാ ഹർഫു നഫി അതിരി ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാഇ ലിത്തിഖലി അല്ലേ. ഭാരല്ലേ, ലമ്മ ഭാരല്ലേ അലിത്തിഖലി. വൽഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. ലാ അതിരി എന്ന് പറഞ്ഞാൽ നമ്മൾ മാ വെക്കണത്, അതായത് മുലാരി ആയ ഫീലിന്റെ മുന്നിൽ മാ വെക്കുമ്പോൾ പ്രസന്റിന്റെ അർത്ഥം കിട്ടും എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ ചായ കുടിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ മുന്നത്തെ ഏതൊരു പാഠത്തിലൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ലാ വരുമ്പോൾ ഇപ്പം അല്ല, അത് ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും. മറ്റേ മാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നെഗറ്റീവ് ആക്കുന്ന അർത്ഥം കിട്ടും. ഖാലൽ മുദരിസു അലം തദ്റുസു ഹാദാ, അലം തദ്റുസു ഹാദാ, ഡിഡിൻറ്റ് യു സ്റ്റഡി ദിസ്, നിങ്ങൾ ഇതുവരെ ഇത് പഠിച്ചിട്ടില്ലേ? ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. ലം പഠിച്ചിട്ടില്ല അല്ലേ. ലം ഹർഫു നഫീൻ വ ജസ്മിൻ വ ഖൽബിൻ. തദ്റുസു ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബി حذف نون. الواو الجماعة ضمير متصل مبني على السكون في محل رفع فاعل. هذا مفعول به اسم الإشارة مبني على السكون في محل نصب مفعول به. ഇത് പഠിച്ചിട്ടില്ലേ എന്ന് പറയുമ്പോൾ അല്ലേ. മഫ്ഊൽ ബിഹി അല്ലേ, കറക്റ്റ് ആയില്ലേ. ശരി. ഖാല ജാബിറുൻ ബലാ ഹർഫ് ജവാബിൻ, അതെ. നെഗറ്റീവായിട്ടുള്ള ചോദ്യത്തിന് പോസിറ്റീവ് ആക്കുന്നതാണ് ബലാ. ദറസ്നാഹു വലാകിന്നനി നസീതു. ദറസ്നാഹു, യെസ് വി സ്റ്റഡീഡ് ഇറ്റ് ബട്ട് ഐ ഫോർഗോട്ട്. ഇറ്റില്ല അല്ലേ, ഐ ഫോർഗോട്ട്. അതെ, ഞങ്ങളിത് പഠിച്ചു, പക്ഷേ എന്നാൽ ഞാനത് മറന്നു. ഞങ്ങളല്ലേ പറഞ്ഞ ദറസ്നാഹു. അതെ, ഞങ്ങളിത് പഠിച്ചു, പക്ഷേ ഞാൻ മറന്നു. അപ്പം ഞങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി.
അതാണ് പറഞ്ഞത് കേട്ടോ. ദറസ്ന ഫിയലുൻ മാലിൻ മബനീൻ അല സുക്കൂനി ന ഫായിൽ ഹു മഫൂലും ബിഹി ലാക്കിന്ന ഹർഫു ഇസ്തിദ്രാക്കല്ലേ ലാക്കിന്ന അതെ യാ മുത്തക്കല്ലിം ഹർഫു ഇസ്തിദ്രാക്കിൻ വ മിൻ അഖവാത്തി ഇന്നെൻ്റെ സഹോദരിയാണ്. യാ മുത്തക്കല്ലിം എന്തായിരുന്നു ഇസ്മു ലാക്കിന്ന നസീതു ഫിയലുൻ മാലിൻ മബനിയുൻ അല സുക്കൂനിൽ നസീതു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് അല്ലേ, അല്ല സുക്കൂനിയാണ് അല്ലേ, കതറില്ല അല്ലേ ഉണ്ടാ. നസിയ യൻസ നസീത്തുന് അവിടെ അപ്പൊ അവിടെ കാണുന്നുണ്ട് കേട്ടാ. ഫേലുൻ മാലിൻ മബനിയുൻ അല സുക്കൂനി കാണുന്നുണ്ട്. സുക്കൂനിൽ മബനിയാണ്. അത്താഉ ضمير متصل مبني على الضم في محل رفع فاعل الجملة الفعلية في محل رفع خبر لكن കാണുന്നുണ്ട് കേട്ടോ, സുക്കൂനുണ്ട്. അപ്പോൾ ഖാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു മൻ യഅരിഫു ഹാദ ഹൂ നോസ് ദിസ്, ഇതാർക്കറിയാം. മൻ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുക്കൂനി യഅരിഫു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ അറഫ യഅരിഫു. ഹാദാ ഇസ്മുൽ ഇശാറ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. قال إدريس ولد صلى الله عليه وسلم عام 700 للميلاد. അദ്ദേഹം ഇവിടെ ഉരിതല്ലേ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു, ക്രിസ്തു വർഷം. മീലാദ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷമാണ് കേട്ടോ. മീലാദ് എന്ന് പറഞ്ഞാൽ നബിൻ്റെ മീലാദല്ല ഉദ്ദേശിച്ചത്. മീലാദ് എന്ന് പറഞ്ഞാൽ ജനനം എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ക്രിസ്തു വർഷം. ക്രിസ്തു വർഷം 570 ആണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഹി വാസ് ബോൺ, അദ്ദേഹം ജനിച്ചത്. ഉലിദ ഫേലുൻ മാലിൻ മബനിൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി والنائب فاعل ضمير مستتر تقديره هو. عام ظرف زمان منصوب 70 മുളാഫ് ഇലൈഹി ആണെങ്കിൽ നമുക്ക് നന്നായി പറയാം. 70 എന്ന് പറഞ്ഞാൽ എന്താ, മുളാഫ് ഇലൈഹി മജ്റൂറുൻ വ അലാമത്തു ജർരിഹി അൽ യാഉ ലിഅന്നഹു മുൽഹഖുൻ ബിൽ ജംഇൽ മുദക്കരി സാലിമി ട്ടാ. മുൽഹഖാണ് ട്ടാ. 70 എന്നുള്ളതൊക്കെ ജമ്മു മുദക്കർ സാലിമല്ല. ഷൈൻതാടെ മൈക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അത് ശരിക്കും യഥാർത്ഥ ജമ്മു മുദക്കർ സാലിമാണോ? അത് അല്ല, മുഫ്രദിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടാക്കിയതല്ലല്ലോ. അല്ലല്ലോ, മനസ്സിലായില്ലേ? സാധാരണ ജമ്മു മുദക്കർ സാലിമിൻ്റെ റൂൾ എങ്ങനെയാ, മുഫ്രദിൻ്റെ കൂടെ ഏകവചനത്തിൻ്റെ കൂടെ വാവും നൂനും ചേർത്തിട്ടാണ് നമ്മൾ ജമ്മു മുദക്കർ സാലിം ഉണ്ടാക്കുക. ഓക്കെ, പക്ഷേ ഇതങ്ങനെയല്ല. സബഊന സമാനൂന അങ്ങനെ സബഊൻ അതിലേക്ക് വാവും നൂനും ചേർത്തിട്ടല്ലല്ലോ. അതിൻ്റെ ഏകവചനമല്ലല്ലോ, അപ്പം അതിന് പറയാം, അങ്ങനത്തെ തന്നെ പറയാം മുൽഹഖു എന്നാണ് പറയുക കേട്ടോ. മുൽഹഖുൻ ബിജംഇ മുദക്കർ സാലിം കേട്ടോ. 70 വാവ് ഹർഫുൽ അത്ഫ് 5 മഅതൂഫുൻ അലാ 70. 70ലേക്ക് അത്ഫ് ചെയ്തു. വഹുവ മുളാഫ് 100 മുളാഫിൻ ഇലൈഹി ലിൽ മീലാദി ജാറുൻ വ മജ്റൂറുൻ. സനത്തുൻ എന്നുള്ള രീതിയിൽ ഏത് മുലിദ ഓക്കെ അല്ലേ. ആമ എന്നുള്ളത് ലർഫ് സമാൻ മൻസൂബുൻ. 70 മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ വ അലാമത്തു ജർരിഹി അൽ യാഉ ലിഅന്നഹു മുൽഹഖുൻ ബിൽ ജംഇൽ മുദക്കരി സാലിമി. സാലിമീൻ അല്ല സാലിമു എന്നാണ് തോന്നുന്നത്. ബിൽ ജംഇൽ മുദക്കരി സാലിമി. മുദക്കർ ബി വന്നത് ബി ഹർഫ് ജർ ആയതുകൊണ്ട് ജംഇ അല്ലെങ്കിൽ ജംഉ ആണ് വരുന്നത്. മുദക്കരി അങ്ങനെ തന്നെയാണ്, മുളാഫിൻ ഇലൈഹിയാണ്. സാലിമു അതിൻ്റെ ഇത് വരുമ്പോൾ സാലിമനെ തോന്നുന്നുണ്ട്. ബിൽ ജംഇൽ മുദക്കരി സാലിമി. അപ്പം അതിൻ്റെ മുൽഹഖാത്താണ് ഇത്. പിന്നെ എന്തായിരുന്നു, വാവു ഹർഫുൽ അത്ഫ് 50 എന്നുള്ളത് മഅതൂഫുൻ അലാ 70 വഹുവ മുളാഫ് 100 മുളാഫിൻ ഇലൈഹി ലിൽ മീലാദി ജാറുൻ വ മജ്റൂർ. നെക്സ്റ്റ് പേജ് കേട്ടോ, എൻ്റെ ബുക്കിൽ നെക്സ്റ്റ് പേജായി.
ഖാല ഇത് ആദ്യത്തെ ഒരു അറിവാണ് കേട്ടോ. 570 മുൾഫീലും പിന്നെ അതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നല്ല. നമ്മൾ പണ്ടൊരു പാട്ടൊക്കെ പാടിയിട്ടില്ലേ, ഓർമ്മണ്ട? ക്രിസ്താബ്ദം 571 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏപ്രിൽ ഒത്ത റബിയുൽ അവ്വൽ 12 തിങ്കൾ അത്ഭുതം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? ഞങ്ങൾ അങ്ങനത്തെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നൊരു പാട്ട്. അപ്പോൾ നമുക്ക് മറക്കൂല. അന്ന് പഠിച്ചത് 571 ആണ്ട് എന്നാണ്. ഇതിൽ 70 എന്നാണ്. അള്ളാഹു ഇതിൽ എന്തായാലും റബിയുൽ അവ്വലിൽ ജനനത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്, മരണത്തിന് അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു അലം. ഹാദാ സ്വഹീഹുൻ, മാഷാഅല്ലാ, ഹാദാ സ്വഹീഹുൻ, ഇത് ശരിയാണ്. ഇത് ശരിയാണ്. ദിസ് ഈസ് റൈറ്റ്. ഹാദാ ഇസ്മുൽ ഇഷാറ മബനിയുൻ അല സുകൂനി ഫി മഹലി റഫ്ഇൻ മുബ്തദ. സ്വഹീഹുൻ ഖബറുൻ മർഫൂഉൻ. ഫി അയ്യി ആമിൻ വുലിദ്ത അൻത യാ ഇദ്രീസു. ഇദ്രീസേ, ഏത് വർഷമാണ് നീ ജനിച്ചത്? ഇൻ വാട്ട് ഇയർ വേർ യു ബോൺ? നീ ഏത് വർഷമാണ് ജനിച്ചത്? ഫി ഹർഫു ജർ അയ്യി ഇസ്മുൻ മജ്റൂറുൻ വഹുവ മുലാഫ്. ആമിൻ ഇസ്മുൻ മജ്റൂറുൻ ബി ഹർഫി എന്ന് പറയണം കേട്ടോ. എനിക്കൊരു ശീലക്കുറവുണ്ട്, നിങ്ങളൊന്ന് ശരിയാക്കണം കേട്ടോ. നിങ്ങൾ തന്നെ ശരിയാക്കണേ, നിങ്ങൾ തന്നെ നിങ്ങളെ ക്ലിയർ ആക്കണേ. ആമിൻ മുലാഫിൻ ഇലേഹി. ഉലിത്ത ഫിഅലുൻ മാലിൻ മബനിയുൻ അല സുകൂനി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. അത്താഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ നായിബ് ഫാഇലി. അൻത ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ ലിത്തൗക്കീദി. അല്ലേ? നീ ജനിച്ച്, നീ ആ തൗക്കീദ് അവിടെ തൗക്കീദാണ് കേട്ടാ. ഓൾറെഡി നീ ജനിച്ചു എന്നുള്ളതിന് അവിടെ ഒരു താ കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഒരു അൻത കൊടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം തൗക്കീദാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. യാ ഹർഫുൻ ഇദാ മബനീൻ അല സുകൂനി ഇദ്രീസു മുനാദ മബനീൻ അല ദ്വമ്മി ഫി മഹല്ലി നസ്ബിൻ. ശരി. അപ്പോൾ ഖാല ഇദ്രീസു ഉലിത്തു ആമ 85 ലിൽ ഹിജ്റത്തി. ഹിജ്റ വർഷം. മീലാദ് എഴുതുമ്പോൾ കണ്ടില്ലേ മീമിട്ടത്? ഹിജ്റ വർഷം എഴുതുമ്പോൾ ഹാഡ് കേട്ടോ. ഹാ നീട്ടിയിടരുത്, കെട്ടുള്ള ഹായാണ്, വാല് അത്ര ഇടണ്ട. കണ്ടോ? ഉലിത്തു. അപ്പോൾ ഈ കുട്ടി എന്നാ ജനിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി ഹിജ്റ വർഷമാണ് പറയുന്നത് കേട്ടോ. ഹിജ്റ വർഷമാണ് പറയണത്. ഐ വാസ് ബോൺ ഇൻ 1385 അല്ലേ? 1385. 1385 ഹിജ്റയിലാണ് ഞാൻ ജനിച്ചത്. ഹിജ്റ 1385 ആണ്ടിൽ ഞാൻ ജനിച്ചു. ഉലിത്തു ഫിഅലുൻ മാലിൻ മബനിയുൻ അല സുകൂനി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. അത്താഉ ضمير متصل مبني على الضم في محل رفع نائب فاعل. عام ظرف الزمان منصوب. 5 مضاف إليه مجرور. واو حرف العطف. 80 معطوف على 5. واو حرف العطف. അറിയില്ല. 80 വേണമെങ്കിൽ ഇതും പറയാട്ടോ. എന്തെന്ന്? മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ വഅലാമത്തു ജർഹി അൽ യാഉ ലിഅന്നഹു മുൽഹഖുൻ ബിൽ ജംഇൽ മുദക്കരി സാലിം. അത് പറഞ്ഞില്ലേ? ബിൽ ജംഇൽ മുദക്കരി സാലിം. വാവു ഹർഫുൽ അത്ഫ്. 30 മഅതൂഫുൻ അലാ 80 വഹുവ മുലാഫ്. 100 മുലാഫിൻ ഇലൈഹി. വാവു ഹർഫുൽ അത്ഫ്. 1000 മഅതൂഫുൻ അലാ. ഇതിലേക്ക് അത്ഫ് ചെയ്തിട്ടുണ്ടാവുക 5ലേക്ക് അത്ഫ് ചെയ്യുക അല്ലേ? അതെ, 80ലേക്കല്ല, 5 അങ്ങോട്ട് മുന്നിലേക്ക് പോകണം. വേണ്ടേ? 1000. ഇത് 300 അല്ലേ? അതെ, 1000 അങ്ങോട്ട് ആദ്യത്തേക്ക് അത്തഫ് ചെയ്യുക കേട്ടോ. മറ്റേ സലാഫിമേത്തിന് അത്തഫ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് അത്തഫ് ചെയ്യാനേ പറ്റുള്ളൂ. 80 ഇങ്ങോട്ട് അത്തഫ് ചെയ്ത് പോവാം. 1000 ഇങ്ങോട്ട് അത്തഫ് ചെയ്യുക 50. അങ്ങനെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. ലിൽ ഹിജ്റത്തി ജാറുൻ വ മജ്റൂർ. ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ച് ശരിയാവും ഇൻഷാല്ലാ. ഖാലൽ മുദരിസു വഫി അയ്യി ആമിൻ വുലിദ്ത അൻത യാ അഹ്മദു. അഹ്മദേ, അനി അഹ്മദിനോട് കേട്ടോ, നീ ഏത് വർഷമാണ് ജനിച്ചത്? അഹ്മദേ.
ഇൻ വാട്ട് ഇയർ വെർ യു ബോൺ അഹ്മദ്, ഏത് വർഷമാണ് ജനിച്ചത്? വാവു ഹർഫുൽ അത്ഫ് ഫി അയ്യി ജാറുൻ വ മജ്റൂറുൻ അയ്യി മുലാഫ് ആമിൻ മുലാഫിൻ ഇലൈഹി വുലിത്ത ഫിഅലുൻ മാദിൻ മബനിയുൻ അലൽ ഫതഹി വൽ ഫിഅലുൻ മാദിൻ മബനിയുൻ അലൽ ഫതഹി. വുലിത്ത അല്ലേ, വുലിത്ത നീ അല്ലേ? മബനിയുൻ അല സുക്കൂനാണ് കേട്ടോ, വുലിത്ത സുക്കൂനി വഹുവ മബനി ലിൽ മജ്ഹൂലി അത്താഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ നായിബ് ഫാഇൽ. അൻത ദമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ ലിത്തൗക്കീദ്. യാ ഹർഫു നിദാ മബനിയുൻ അല സുക്കൂനി അഹ്മദു മുനാദ മബനിയുൻ അല ദമ്മി ഫി മഹല്ലി നസ്ബിൻ. നസ്ബിൻ്റെ മഹല്ലിലാണ്. മഹല്ല അവിടെ വരുന്നുണ്ട് വാക്ക്, സ്ഥാനം. ഖാല അഹ്മദു വുലിത്തു ആമ സബഅത്തിൻ വസിത്തീന വതിസ്ഇമിഅത്തിൻ വഅൽഫിൻ ലിൽ മീലാദി. 1967 അല്ലേ, 67. അപ്പോൾ എന്താ ചോദിച്ചത്? ഞാൻ 1967 ക്രിസ്താബ്ദം അഥവാ CE അല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? കോമൺ എറർ അല്ലേ പറഞ്ഞത്? ശരിയാണ്, CE ആണ് കേട്ടത്. 1967 67-ാം ആണ്ടിലാണ് ഞാൻ ജനിച്ചത്. ഉലിത്തു അല്ലേ, കറക്റ്റ്. ഉലിത്തു ഫിഅലുൻ മാദിൻ മബനിയുൻ അല സുക്കൂനി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി അത്താഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദമ്മി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. ആമ ളർഫു സമാൻ മൻസൂബുൻ സബഅത്തിൻ മുലാഫുൻ ഇലൈഹി. ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞ ഇല്ല അല്ലേ, കറക്റ്റാണ്. സബഅത്തിൻ മുലാഫുൻ ഇലൈഹി മജ്റൂറുൻ അലാമതു ജരിഹൽ കസ്റത്തുൽ ലാഹിറ. വാവു ഹർഫുൽ അത്ഫ് സിത്തീന മഅതൂഫുൻ അലാ സബഅത്തിൻ മജ്റൂറുൻ അലാമതു ജരിഹി അൽയാഉ ലിഅന്നഹു മുൽഹഖുൻ ബിൽ ജംഇൽ മുദക്കരി സാലിമി. വാവു ഹർഫുൽ അത്ഫ് തിസ്ഇ മഅതൂഫുൻ അലാ സബഅത്തിൻ. അവിടെ എവിടെയോ ഒരു അത്ഫ് ചെയ്തതിൽ ആദ്യം പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് എവിടെയോ പറ്റിയിട്ടുണ്ട് കേട്ടോ. തിസ്ഇ മഅതൂഫുൻ അലാ സബഅത്തിൻ വഹുവ മുലാഫ് മിഅത്തിൻ മുലാഫിൻ ഇലൈഹി. വാവു ഹർഫുൽ അത്ഫ് അൽഫിൻ മഅതൂഫുൻ അലാ സബഅത്തിൻ ലിൽ മിലാദി ജാറുൻ വ മജ്റൂറുൻ. ശരിയാവുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ചെറിയ പഠിക്കാത്തതാണോ? ഇല്ല, മുലാഫില്ല. സിത്തീന പിന്നെ അത്ഫ് എഴുതിക്കല്ലേ, വാവല്ലേ പിന്നെ വന്നത്. മുലാഫിനിലേക്ക് ഉണ്ടെങ്കിൽ പിന്നെ വാവ് ഇടില്ലല്ലോ, ഹർഫിൽ അത്ഫ് ഇട്ടിട്ടുണ്ടല്ലോ. ഖാലൽ മുദരിസു ഐന വുലിത്ത യാ അഹ്മദു. അഹ്മദേ, നീ എവിടെയാണ് ജനിച്ചത്? എവിടെയാണ് ജനിച്ചത്? വേർ വർ യു ബോൺ യാ അഹ്മദ്, ഓ അഹ്മദ്. ഐന ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ ളർഫ് അല്ലേ. വുലിത്ത ഫിഅലുൻ മാദിൻ മബനിയുൻ അലസ് സുകൂനി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി അത്താഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ നായിബ് ഫാഇൽ. യാ ഹർഫു നിദാ മബനിയുൻ അലസ് സുകൂനി അഹ്മദു മുനാദ മബനിയുൻ അല ضمي في محل نسب. قال أحمد. أحمد പറഞ്ഞു ولدت في باكستان. ولدت في പാകിസ്ഥാന. ഐ വാസ് ബോൺ ഇൻ പാകിസ്ഥാൻ. ഞാൻ ജനിച്ചത് പാകിസ്ഥാനിലാണ്. ഇതെന്താ നോക്കിയില്ല അല്ലേ. ഇതന്നെ ഫിഅലുൻ മാദിൻ മബനിയുൻ അല സുകൂനി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി അത്താഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദമ്മി ഫി മഹല്ലി റഫ്ഇൻ നായിബ് ഫാഇലി. ഫി പാകിസ്ഥാന ജാറുൻ വ മജ്റൂറുൻ. ഫി ഹർഫു ജർ പാകിസ്ഥാന ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജറിഹി الفتحة الظاهرة لأنه ممنوع من الصرف. قال المدرس. അപ്പോൾ അധ്യാപകൻ എന്താ പറഞ്ഞു? أنت إذن باكستاني. then you are പാകിസ്ഥാനി. അങ്ങനെയാണെങ്കിൽ നീ പാകിസ്ഥാനിയാണ്. ഇതന്നെ പഠിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. أنت ضمير منفصل مبني على الفتح في محل رفع
മുബത്തദ ഇതെന്നുള്ളത് അർഫാണ് കേട്ടോ. ഇൻഷാല്ല അപ്പോൾ പഠിക്കാത്. അപ്പോൾ എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ നീ പാകിസ്ഥാനിയാണെന്ന് അറിയില്ലേ. പാകിസ്ഥാനിയുൻ എന്താ പറയുക, നിസ്ബ് അല്ലേ, നിസ്ബി അല്ലെങ്കിൽ നസബ ചെയ്യാന്നല്ലേ പറയാം, നസബ പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെടുക. ഓക്കെ, അപ്പോൾ പാകിസ്ഥാനി എന്നുള്ളത് ഖബറുൻ മർഫൂനാണ് കേട്ടോ. അന്ത മുബത്തദ പാകിസ്ഥാനിയുൻ ഖബറുൻ മർഫൂൻ. ഇസ്മഉ യാ ഇഖ്വാനു സഹോദരന്മാരെ നിങ്ങൾ കേൾക്കൂ. ഇസ്മഉ സമിഅ യസ്മഉ ഇസ്മഉ നിങ്ങൾ കേൾക്കൂ. ഫിഅലു അംറിൻ മബനിയുൻ അലാ ഹദ്ഫി നൂനി വൽ വാവുൽ ജമാഅ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലാ സുകൂനി ഫീ മഹല്ലി റഫ്ഇൻ ഫാഇൽ. يا حرف نداء إخوان منادى. أشرح الآن قاعدة نحوية مهمة. എന്താ പറഞ്ഞത്? Now I explain an important grammar rule. Grammatical rule എന്ന് പറയാം. Grammatical rule അതാവും നല്ലത്. ഗ്രാമർ റൂൾ എന്നല്ല പറയാം, ഗ്രാമാറ്റിക്കൽ. നഹ്വാണ് ഗ്രാമർ. നഹ്വിയത്തൻ ഇതും നിസ്ബനാണ്. ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് മുഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ സുപ്രധാനമായ പ്രധാനപ്പെട്ട വ്യാകരണ, നഹ്വിയത്ത് എന്ന് പറഞ്ഞാൽ വ്യാകരണ, ഖായിദ എന്ന് പറഞ്ഞാൽ റൂളുകളാണ്, നിയമം. ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത് സുപ്രധാനമായ വ്യാകരണ നിയമമാണ്. അഷ്റഹു എന്ന് പറഞ്ഞാൽ ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദമ്മത്തി ശറഹ യഷ്റഹു അല്ലേ, مرفوع بضمة والفاعل ضمير مستتر تقديره أنا. الآن ظرف زمان مبني على الفتح. قاعدة مفعول به منصوب. نحوية نعت منصوب. قاعدة نعتان نحوية. മുഹിമ്മത്ത് നഅത്തു സാനി രണ്ടാമത്തെ നഅത്തിന് സിഫത്തു സാനി രണ്ടാമത്തെ സിഫയാണ്. ഖായിദത്തിന് രണ്ട് സിഫ, പ്രധാനപ്പെട്ട ഗ്രാമാറ്റിക്കൽ നിയമങ്ങൾ. അൽ ഫിഅലു ഇമ്മാ മബനിയുൻ ലിൽ മഅലൂമി വ ഇമ്മാ മബനിയുൻ ലിൽ മജ്ഹൂലി. ക്രിയകൾ, വെർബുകൾ എന്നാൽ ഒന്നുകിൽ അത് മഅലൂമിന് വേണ്ടി അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസിന് വേണ്ടി അറിയപ്പെടുന്നത്, ആക്റ്റീവ് വോയിസിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ പാസീവ് വോയിസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ക്രിയകൾ എന്നാൽ ഒന്നുകിൽ ആക്റ്റീവ് വോയിസ് മഅലൂമിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാകാം. ദ വെർബ് ഈസ് ഐദർ ആക്റ്റീവ് ഓർ പാസീവ് വോയിസ്. അൽ ഫിഅലു മുബ്തദ മർഫൂഉൻ ഇമ്മാ ഹർഫു തഫ്സീൽ വേർതിരിക്കുന്ന എന്നുള്ള അർത്ഥം. ഹർഫു തഫ്സീൽ മബനിയുൻ ഖബർ ലിൽ മഅലൂമി ജാറുൻ വ മജ്റൂറുൻ. വാവു ഹർഫുൽ അത്ഫ് ഇമ്മാ ഹർഫു തഫ്സീൽ മബനിയുൻ. മബനിയുൻ എന്നുള്ളതുണ്ടല്ലോ, മഅതൂഫുൻ അലാ മബനിയുൻ ട്ടാ. എന്താ സി ഇട്ട് വെച്ചിരിക്കണോ, അതൊരു മിനിറ്റ് നോക്കട്ടെ, ഒരു സി ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹർഫു തഫ്സീൽ മറ്റേ മബനി എന്നുള്ളത് ആദ്യത്തെ മബനിയിലേക്ക് അത്ഫ് ചെയ്യുക. ലിൽ മജ്ഹൂലി ജാറുൻ വ മജ്റൂറുൻ. അപ്പം ഇമ്മ കഴിഞ്ഞ് ഇനി അമ്മേനെ ഇട്ടാ. അമ്മനെ എനിക്ക് ഓർമ്മ ഉണ്ടാ, എന്നിട്ട് അമ്മനെ പറയാ, എന്താ പറയാ അമ്മനെ? ഹർഫു തഫ്സീലല്ലല്ലോ, ഷർത്ത്. ഓക്കെ ശരി. ഹൈർ الفعل مبتدأ إما حرف التفصيل مبني خبر للمعلوم جار ومجرور متعلقان. واو حرف العطف إما حرف تفصيل مبني എന്നത് معطوف على مبني മബനിയിലേക്ക് അത്ഫ് ചെയ്ത് للمجهول جار ومجرور. ഇതിൽ അത്ഫ് ചെയ്ത് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ക്രിയകൾ എന്നാൽ അതാണ് ഏത് ജുംല മൊത്തം അത്ഫ് ചെയ്യാം. അങ്ങനെ പറയില്ലല്ലോ, അങ്ങനെ പറയാറുണ്ട്. മൊത്തം ജുംലയാണ് ശരിക്കും അത്ഫ് ചെയ്യേണ്ടത്, അങ്ങോട്ട് എത്താത്തത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കണം. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഇമാ മബനിയിൽ മഅലൂമി ആ കഴിഞ്ഞ് വാവ് ഇട്ടിട്ട് പിന്നെ മൊത്തം ജുംല ഇതിലേക്ക് അത്ഫ് ചെയ്തിരിക്കണം. നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി പറയുമോ എനിക്കൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഇതിലൊന്നും പിന്നെ ഖുർആനിൽ ഇതിലൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ മൊത്തം അത്ഫ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ശരിക്കും മൊത്തമാണ് അത്ഫ് തഫ്സീൽ
ത ഫ സ്വാദ് തഫ്സീൽ. തഫ്സീൽ ആ സ്വാദ് യാ തഫ്സീൽ. ലാം തഫ്സീൽ. അമ്മ മബനിയു തഫ്സീലല്ലേ? തഫ്സീൽ. അപ്പോൾ മബനിയു ലിൽ മഅലൂമി. അപ്പോൾ പാസീവ് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫമിസ്ലു പോലെയാണ്, ഖത്തല യഖ്തുലു അമ്മ. ആ അപ്പോൾ മബനിയു ലിൽ മഅലൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫമിസ്ലു എന്ന് പറഞ്ഞാൽ എന്താ പോലെയാണ് എന്ന് പറയുക. ഉദാഹരണം എന്താ പറയുക, ഫോർ എക്സാമ്പിൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അമ്മ ഹർഫു ഷർത്ത് അൽ മബനിയു മുബ്തദ മബനി എന്തൊരു എഴുതിച്ചുള്ളത്. അമ്മ എന്നിട്ട് മബനിയുൻ അല മബനി. മബനിയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുബ്തദ ആട്ടാ. ലിൽ മജ്ഹൂലി ലിൽ മജ്ഹൂലി ജാറു വ മജ്റൂറു ശിബ്ഹു ജുംല ഖബർ. മബനിയു മുബ്തദ ലിൽ മജ്ഹൂലി. ഫ അതിൻ്റെ ജവാബല്ലേ ഫ. അപ്പോൾ മബനി അപ്പോൾ മബനി ലിൽ മഅലൂമി, മഅലൂമിന് വേണ്ടിയുള്ള മബനി. അൽ മബനി ലിൽ മഅലൂമി ഫമിസ്ലു പോലെയാണ്. ആ ജുംല കംപ്ലീറ്റ് സെൻസ് ഇല്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ അമ്മയുടെ റൂള് പഠിച്ചപ്പോ ഖബറിന്റെ മുന്നിലാണ് ഫ എന്ന് പറഞ്ഞ ജവാബ് വരുന്നത് പഠിച്ചു. അല്ല ഫ അങ്ങനെയല്ല, അതിന്റെ ഷർത്ത് വരുമ്പോ പോലെയാണ്. പക്ഷെ ഇത് നോക്കി, ഇത് കംപ്ലീറ്റ് സെൻസ് കിട്ടണില്ലല്ലോ. നോക്കിയാ മബനി. അപ്പോൾ മബനി പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാ, ഇതുപോലെ എന്ന് പറയാൻ അങ്ങനെ കൊടുക്കാം. വേണമെങ്കിൽ മിസ്ലുവിന് ഖബറാക്കി കൊടുക്കാം. മറ്റേത് അതിൻ്റെ കൂടെ വരണ്ടല്ലേ. മബനിയു മുബ്തദ മിസ്ലി ജാറും മജ്റൂറും മുത്തലിക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ ഹർഫുൽ അത്ഫ് മിസ്ലു വേണമെങ്കിൽ ഖബർ കൊടുക്കാം. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സെൻസ് കിട്ടണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോ. മിസ്ലു വേണമെങ്കിൽ ഖബറാക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ പാസീവ് വോയിസ് മിസ്ലു പോലെയാകുന്നു, മിസ്ലു ആകുന്നു. അങ്ങനെയുള്ള അർത്ഥമല്ല. അപ്പോൾ ജവാബ് കൊടുക്കാം. ശരി. ഖത്തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൊന്നു, യഖ്തുലു അവൻ കൊല്ലുന്നു. ഫീലുൻ മാലിൻ മബനിൻ അലൽ ഫതഹി മറ്റേ ഫീലുൻ മുളാരിഉൻ മർഫൂഉൻ ബിൽ ദമ്മത്തി. വ അമ്മാ മബനിയു ലിൽ മജ്ഹൂലി. അപ്പോഴും ഇതേ വരുന്നു ഫമിസ്ലു ഖുതില യുഖ്തലു. അപ്പോൾ പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്റ്റീവ്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുപോലെയാണ്, ഖുതില യുഖ്തലു കൊല്ലപ്പെട്ടു, അവൻ കൊല്ലപ്പെട്ടു, അവൻ കൊല്ലപ്പെടുന്നു. ഇതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹർഫു ഷർത്ത് മബനിയു മുബ്തദ ലിൽ മജ്ഹൂലി ജാറുൻ വ മജ്റൂറുൻ ഫ ഹർഫുൽ അത്ഫ് അല്ലെങ്കിൽ ജവാബു ഷർത്ത് മിസ്ലു എന്ന് പറഞ്ഞാൽ ഖബർ. അങ്ങനെ ഇട്ടു. ഖുതില ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനി ലിൽ മജ്ഹൂലി യുഖ്തലു ഫിഅലുൻ മുളാരിഉൻ മബനിയുൻ ഫിഅലുൻ മുളാരിഉൻ മബനിയുൻ അല്ലല്ല ഫിഅലുൻ മുളാരിഉൻ മബനിയുൻ ലിൽ മജ്ഹൂലി അല്ലേ. മബനിയുൻ ലിൽ മജ്ഹൂലി അല്ലെങ്കിൽ ഫിഅലുൻ മുളാരിഉൻ മജ്ഹൂലു എന്നാണോ പറയുന്നത്? മബനി പറയാറുണ്ടോ? പറഞ്ഞോ. ഞാൻ മബനി പറയാൻ പറ്റില്ല. മുളാരി മുറബല്ലേ. അല്ലടാ, മബനി പറഞ്ഞാൽ ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തില്. ഇവിടെ മബനിക്ക് നമ്മൾ എന്താ അർത്ഥം കൊടുത്തു? മജ്ഹൂലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്, നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലല്ലേ മബനി കൊടുത്തുള്ളൂ. ബനായ ബനി മബനി അങ്ങനെ വരുമ്പോൾ ഒരു മബനി പറയാം. പക്ഷേ ഇവിടെ നമ്മൾ മുളാരി ഇവിടെ യൗമ യുക്ഷഫു അൻ സാഖിൻ. ഞാൻ നോക്കട്ടെ കേട്ടോ. അവിടെ നിന്ന് ഞാൻ എന്താ പറഞ്ഞത്, മബനി പറഞ്ഞിട്ടുണ്ടില്ലേ നോക്കട്ടെ കേട്ടോ. സൂറത്തുൽ ഖലമില്ലല്ലോ ഒരെണ്ണം ഉദാഹരണം പറഞ്ഞത്. എങ്ങനെ പറയും അല്ലേ? മബനിയിൽ മജ്ഹൂലി എന്ന് പറഞ്ഞിട്ട് അല്ലേ. എന്നാലും ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. ഇനി മറ്റേ ഇതിലില്ല, എന്നിട്ട് ഖുർആൻ ആപ്പിൽ കിട്ടൂല. കാരണം ഖുർആൻ ആപ്പിൽ മബനി എന്നല്ല ലിമാലം യുസമ്മ ഫായിൽ എന്നൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. യൗമ യുക്ഷഫു അൻ സാഖിൻ അല്ലേ. അവിടെ മീനിങ് വരുന്നത് അർത്ഥം വരുമ്പോൾ മബനി വരും അല്ല. ഞാനിങ്ങനെ നമുക്ക് പറയാൻ എളുപ്പത്തിന് ഫിലുൻ മുളാരിഉൻ മബനിയു ലിൽ മജ്ഹൂലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. മബനിയു ലിൽ മജ്ഹൂലി ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. യൗമ യുക്ഷഫു അൻ സാഖിൻ ഫിലുൻ മുളാരിഉൻ മാലി വരുമ്പോൾ രണ്ട് മബനി പറയില്ലേ നമ്മള്. ഫിലുൻ മുളാരിഉൻ ലിൽ മജ്ഹൂലി രണ്ടും ഉണ്ട് കേട്ടാ. രണ്ട് രീതിയിലുണ്ട്.
രണ്ട് രീതിയിലും പറയാം. ഫിഅലുൻ മുളാരിഉൻ ലിൽ മജ്ഹൂലി എന്നും പറയുന്നുണ്ട്, മബനിയും ലിൽ മജ്ഹൂലി എന്നും പറയുന്നുണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്, രണ്ട് രീതിയിലും കാണുന്നുണ്ട്. ഇനി അടുത്തത് വേറെ ഒന്നെന്തോന്ന്? മർഫൂൻ, പിന്നെ ബിളമ്മത്തി അല്ലെങ്കിൽ മർഫൂൻ അലാമത്തു റഫ്ഇ, അത് പറയാം, അങ്ങനെ പറയാം. പിന്നെ മുലാരി ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫിഅലുൻ മുലാരിഉൻ ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടിയിട്ടുള്ളതാണ്, മർഫൂഉൻ ബിളമ്മത്തില്ലോ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഫിഅലുൻ മുലാരിഉൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി, രണ്ട് രീതിയിലും കാണുന്നുണ്ട്. പക്ഷേ അതിനേക്കാളുപരി നമ്മുടെ ഖുർആൻ ആപ്പിൽ കാണുന്നത് വേറെ രീതിയിലാണ്. അത് ശ്രദ്ധിച്ചു നിങ്ങൾ? അവിടെ ഒന്നും തന്നെ ഇങ്ങനെയല്ല, വേറെ മൊത്തം മാറിയിട്ട് വേറൊരു രീതിയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, അയ്യോ ഇതിപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് അത് എന്താ കൊടുത്തിട്ടുള്ളത്? ലിമാലം യുസമ്മ ഫായിലുഹു, ഫായിലിനെ ഫിഅലുൻ മാലിൻ മബനിയുൻ, ലിമാലം യുസമ്മ ഫായിലുഹു, അതിൻ്റെ ഫായിലിനെ വിളിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയാം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മജ്ഹൂൽ എന്നുള്ള വാക്കേ ഉപയോഗിച്ചിട്ടില്ല. നോക്കി നോക്കൂ കേട്ടോ, ഞാനത് ഖുർആൻ ആപ്പിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പം എന്തായാലും നമ്മളിങ്ങനെ പഠിച്ചു പോയിക്കോ, കാരണം അത് വേണ്ട. എവിടെ എത്തിയപ്പോൾ അമ്മ എന്ന് പറഞ്ഞ ഹർഫു ഷർത്ത് അല്ലേ, മബനി മുബത്തദ ലിൽ മജ്ഹൂലി ജാറുൻ വ മജ്റൂറുൻ ഫ ഹർഫുൽ അത്ഫ് മിസ്ൽ ഖബർ. കുത്തില അപ്പോൾ പറഞ്ഞ അവിടെ എത്തിയില്ലേ. കുത്തില ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി യുഖ്തലു വന്നായിബു ഫായിലുൻ ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. യുഖ്തലു ഫിഅലുൻ മുളാരിഉൻ ലിൽ മജ്ഹൂലി മർഫൂഉൻ ബിളമ്മത്തി വന്നായിബു ഫായിലുൻ ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അടുത്ത റൂള് പറയണക്ക് യുഹ്ദഫുൽ ഫായിലു മഅൽ ഫിഅലിൽ മബനിയി ലിൽ മജ്ഹൂലി. യുഹ്ദഫു എന്ന് പറഞ്ഞാൽ കളയപ്പെടുന്നു, ഒമിറ്റ് ചെയ്യപ്പെടുന്നതല്ലേ അത്. മജ്ഹൂലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്രിയയുടെ കൂടെയുള്ള ഫായിലിനെ കളയപ്പെടും. അതായത് പാസീവ് വോയിസിൽ ഫായിൽ കളയപ്പെടും, അതാണ് പറഞ്ഞത് കേട്ടോ. ഫായിൽ വിൽ ബി ഡിലീറ്റഡ് അലോങ് വിത്ത് ദ വെർബ് ക്രിയേറ്റഡ് ഫോർ പാസീവ്. പാസീവ് വോയിസിൽ ഫായിലിനെ കളയപ്പെടും, അത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞത്. യുഹ്ദഫു കളയപ്പെടും അല്ലേ. അവിടെയും എന്താണ് അല്ലേ. ഫിഅലുൻ മുളാരിഉൻ ലിൽ മജ്ഹൂലി മർഫൂഉൻ ബിളമ്മത്തി അൽ ഫായിലു നായിബു ഫായിലുൻ മർഫൂഉൻ മഅ ളർഫ് മകാൻ മൻസൂബുൻ അൽ ഫിഅലി മുളാഫുൻ ഇലൈഹി അൽ മബനിയി നഅത്തുൻ മജ്റൂറുൻ ലിൽ മജ്ഹൂലി ജാറുൻ വ മജ്റൂറുൻ. അപ്പോൾ അതിന് ഫായിലിനെ കളയപ്പെടും. വയഹുല്ലു മഫ്ഊലു ബിഹി ലിൽ മജ്ഹൂലി. എങ്ങനെ മജ്ഹൂലിന് വേണ്ടി ഫിഅൽ നിർമ്മിക്കപ്പെടുന്ന സമയത്ത് ഫായിലിനെ കളയപ്പെടും. മജ്ഹൂലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്രിയയുടെ കൂടെ ഫായിലിനെ കളയപ്പെടും, ക്രിയയോടൊപ്പമുള്ള എന്നാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, വയഹുല്ലുൽ മഫ്ഊലു ബിഹി മഹല്ലഹു വയുസമ്മ നായിബ ഫായിലിൻ. മഫൂലും ബിഹിയെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരപ്പെടും അല്ലെങ്കിൽ വെക്കപ്പെടും, സ്ഥാനത്ത് വെക്കപ്പെടും. എന്നിട്ട് അതിനെ നായിബു ഫായിലിൻ്റെ പകരക്കാരൻ എന്ന് വിളിക്കപ്പെടും. വയഹുല്ലു ഹല്ല യഹുല്ലു അല്ലേ, ഹല്ല എന്ന് പറഞ്ഞാൽ ഹല്ല യഹുല്ലു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി. മഫൂലു ബിഹി ഒറ്റ വാക്കാണ് അല്ലേ. മഫൂലാണ് അതിൻ്റെ ഫായിൽ കൊണ്ടുവരപ്പെടും അല്ലെങ്കിൽ പകരം വെക്കപ്പെടും, സ്ഥാനം എടുക്കപ്പെടും എന്നല്ല, അതിൻ്റെ സ്ഥാനം എടുത്തു എന്നാണ് ഹല്ല എന്ന് പറഞ്ഞാൽ. ഹല്ല യഹുല്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്നു. മഫൂലു ബിഹിയാണ് അതിൻ്റെ ഫായിൽ കേട്ടോ. ബിഹി ശരിക്കും ജാറുൻ വ മജ്റൂറുനാണ്, എന്നാലും അതിൻ്റെ ഫായിൽ മഫൂലു ബിഹി ജാറുൻ വ മജ്റൂർ. മഹല്ലഹു ഹല്ല സ്ഥാനം എടുത്തു, യഹുല്ലു സ്ഥാനം എടുക്കുന്നു. മഹല്ല അതിൻ്റെ സ്ഥാനം അല്ലേ, അതൊരു സ്ഥലം. അപ്പോൾ ലർഫ് മക്കാൻ അല്ലേ, കറക്റ്റ് അല്ലേ, ലർഫ് മക്കാൻ സ്ഥാനല്ലേ.
ظرف مكان وهو مضاف هو الهاء ضمير متصل مبني على الضم في محل رفع جر مضاف إليه അതിൻ്റെ സ്ഥാനം ظرف മക്കാനാണ് കേട്ടോ സ്ഥാനം വയുസമ്മ വിളിക്കപ്പെടും സമ്മ സമ്മ എന്ന് പറഞ്ഞാൽ വിളിച്ചു പേര് വിളിക്കണേനൊക്കെയാണ് സമ്മ സമ്മില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ ബിഫോർ വി ഈറ്റിംഗ് നമ്മൾ ഭക്ഷണം കഴിക്കണ മുമ്പ് സമ്മില്ല അള്ളാൻ്റെ പേര് ബിസ്മില്ല പറയണം എന്നൊക്കെ പറയില്ലേ സമ്മ പിന്നെ വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സുമ്മിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ സുമ്മി സമ്മ സുമ്മി അതാണ് സമ്മ അതിൻ്റെ സമ്മ എന്ന് പറയുമ്പോൾ എത്ര ലെറ്ററിൻ്റെ ആണ് സമ്മ എത്ര എത്ര അക്ഷരമുണ്ട് എത്ര അക്ഷരമുള്ള ക്രിയേ സുലാസി മുജറദാണോ നല്ലേ 4 അക്ഷരമുണ്ട് യെസ് കറക്റ്റ് 4 അക്ഷരങ്ങളാവുമ്പോ ഏതിലെ വരിക അപ്പൊ അത് സമ്മ അതേപോലത്തെ ഒന്നും ഇല്ല അല്ലേ അതുപോലത്തെ സമ്മ മീമിന് ഷദ്ദ അപ്പൊ വരുമ്പോ ഫഅല വസിന് വരില്ലേ സമ്മ യുസമ്മ തസ്മീയത്ത് അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ ആണെന്ന് തോന്നുന്നുണ്ട് അതെ മറ്റേതല്ല എന്തായാലും ഇതാണ് കേട്ടോ ഫോം 2 ആണ് കേട്ടോ സമ്മ അവിടെ ഫഅല വസിനാണ് കേട്ടോ രണ്ടാമത്തേന് ഷദ്ദ പക്ഷെ നോക്കിയ ഫഅല വസിനിൽ ഷദ്ദ ഉണ്ടല്ലോ സബ്ബഹ സബ്ബഹ സമ്മ പിന്നെ കഴിഞ്ഞിട്ട് എന്തുണ്ട് കണ്ടോ അതേപോലെ തന്നെയാണോ മാം വരിക ഈ 3 റൂട്ട് ലെറ്റേഴ്സും 4 റൂട്ട് ലെറ്റേഴ്സും ഒരേപോലെ തന്നെയാണ് ഫോമിന്റെ കാര്യം പറയുമ്പോ ഒരേപോലെ തന്നെയാണ് വരിക അതായത് അല്ല മറ്റേ 4 അല്ല 2 വരിക ഫഅല വസനാണിത് സമ്മ ഫഅല വസനാണ് അപ്പൊ അതിന്റെ നമുക്കത് എങ്ങനെ മനസ്സിലാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് യുസമ്മ പറയുമ്പോ അല്ലേ അല്ല യുസമ്മ ഇവിടെ മജ്ഹൂലല്ലല്ലോ അല്ല അല്ല മജ്ഹൂലാണ് അതെ അതായത് സബ്ബഹ യുസബ്ബിഹു അല്ലേ കെസ്റയല്ലേ വരേണ്ടത് യുസബ്ബി കെസ്റ ഇവിടെ ഫത്തഹയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇത് വിളിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ യുസമ്മി എന്നാണ് വരേണ്ടത് മീമിന് കെസ്റയാണ് വരേണ്ടത് സബ്ബഹ യുസബ്ബിഹു ഫഅല യുഫഇലു ആണ് കെസ്റയാണ് ഇവിടെ ഫത്തഹയാണ് വന്നിട്ടുള്ളത് നമ്മൾ ആ എന്താ പറയുക ലെറ്ററിൻ്റെ ഫത്തഹ കെസ്റയും നോക്കി കെസ്റയാണെങ്കിൽ മുലാരി മാലൂമും മജ്ഹൂലാണ് ഫത്തഹയും കെസ്റയും നോക്കി പിടിക്കണം ഫസ്റ്റ് ലെറ്റർ നമുക്ക് കിട്ടൂല ഫസ്റ്റ് ലെറ്റർ എന്തായാലും ആ ഒരക്ഷരം കൂടുന്നതിന്റെ ഫസ്റ്റ് ലെറ്ററിന് എല്ലാവരും മുലാറാത്തിന്റെ ലെറ്ററിന് ദമ്മയാണ് അവിടെ കൺഫ്യൂഷൻ വരും അപ്പൊ നമ്മൾ എന്ത് നോക്കണം ഇത് നോക്കണം സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ നോക്കിയിട്ട് പിടിക്കണം അങ്ങനെയാണ് പിടിക്കുക അപ്പൊ അതിന്നാണ് എന്താ ഫോം 1 ഫോം 2 എന്നൊക്കെ അതേ വസനിൽ തന്നെയാ വരാ അപ്പൊ ആ ലാസ്റ്റ് ലെറ്ററിനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുക ഇപ്പൊ വസനിൽ ഇടുന്ന സമയത്ത് കാരണം അത് അരിഫല്ലേ തഹദുറല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മുസമ്മൻ എന്നാണ് എന്തെന്ന് വിളിക്കപ്പെട്ടത് മുസമ്മൻ വിളിക്കുന്നവൻ മുസമ്മിൻ പിന്നെ നമുക്ക് ഈ മുസമ്മിനെ എഴുതുമ്പോൾ മുസമ്മിയുൻ അപ്പോൾ അവിടെ എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക മുസമ്മിൻ നക്കിറായിട്ട് എഴുതുമ്പോൾ 2 കെസറായിട്ടിട്ട് തൻവീൻ ഇവളിട്ടിട്ടൊക്കെ എഴുതും മാഷി മുദ്ദസ്സറല്ലേ അത് വേറൊരു ഫോമില ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ മുസമ്മിൽസം അത് വേറൊരു ഫോമില ഇത് മുസമ്മിൻ മുസമ്മൻ വിളിക്കപ്പെട്ടത് പേര് വിളിക്കപ്പെട്ടത് മുസമ്മൻ പേര് വിളിക്കുന്നവൻ മുസമ്മിൻ ഇസ്മു ഫായിൽ മറ്റേത് ഇസ്മു മഫൂൽ വരുമ്പോ ഫതഹ ഇസ്മു ഫായിൽ പാറ്റേണും മുലാരിയിൽ വരുമ്പോ എന്താ പറഞ്ഞ അതിനെവിടെയാ ശ്രദ്ധ ഉള്ളത് അത് അല്ല മജ്ഹൂലിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞതാ പാറ്റേൺ അങ്ങനെ പറയാൻ പറ്റില്ല ആ പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ആലോചിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മനസ്സിൽ നിന്ന് വിട്ടുപോയി ഇതുപോലെ പാറ്റേൺ വെച്ച് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അത് ഇത് ഫഅല പാറ്റേൺ ആണ് ഫഅല എന്നുള്ളതാണ് സബ്ബഹ ഫഅല സമ്മ സമ്മ ഫഅല സമ്മ
അതെ. അത് ശരിക്കും അവിടെ എന്തായിരുന്നു ലെറ്റർ, റൂട്ട് ലെറ്റർ? സമ്മ പറയുമ്പോൾ യസമ്മ, യുസമ്മ, ഈ വാവല്ലേ, യാ ആണെന്ന് തോന്നുന്നില്ല. അലിഫിന് എന്തായിരുന്നു? സമ്മ, യു അല്ല, യുസമ്മ, സുമ്മിയത്ത്, യാണ് അപ്പോൾ ഇതായിരുന്ന സമ്മ. ഞാനൊരിക്കൽ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇൻഷാല്ലാ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ ഒരിക്കൽ എഴുതി തന്നിട്ടുണ്ട് അല്ലേ. അജലിം മുസമ്മ, യെസ് 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 യെസ്, അജലിം മുസമ്മ എന്ന് പറഞ്ഞില്ലേ. വിളിക്കപ്പെട്ട ഒരു കാലാവധി ഏതൊരു സുഹൃത്ത് അഹ്കാഫ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഉണ്ട്. ഞാൻ അഹ്കാഫിൻ്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പോൾ പറഞ്ഞുതരാം. അഹ്കാഫിൻ്റെ നോട്ടിലുണ്ട്, നോക്കട്ടെ ഉണ്ടോ നോക്കട്ടെ. കാലാവധി വരെ, അതായത് പറയപ്പെട്ട വിളിക്കപ്പെട്ട കാലാവധി അല്ലേ. അതേതായിരുന്നു? അയ്യോ ഇല്ല, ഒന്ന് പറഞ്ഞേ ആയത്തൊന്ന് പറഞ്ഞ. ഹമീൻ തൻസീലി കിതാബ് മിനല്ലാഹിൽ അസീസിൽ ഹകീം മാ ഖലഖന സ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഅജലിൻ മുസമ്മ. അവിടെ ഉണ്ട് മുസമ്മ. അതെന്തിനാവട്ടെ, ഒരൊറ്റ മിനിറ്റ്. വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സുമ്മിയത്തല്ലേ പറയാം, സുമ്മിയത്ത് അങ്ങനെ പറയും അല്ലേ, പേര് വിളിക്കപ്പെട്ടു. യെസ്, ഇവിടെ ഉണ്ട്. ഞാൻ അന്ന് ഈ ലെറ്ററിൻ്റെ അലിഫിന് പകരമുള്ള ലെറ്റർ ഏതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. الحكيم ما خلقنا السماوات والأرض وما بينهما. യെസ് കിട്ടി. അതായത് മുസമ്മൻ എന്ന് പറഞ്ഞാൽ പേര് നൽകപ്പെട്ടത്, അറിയപ്പെട്ടത്, നിർണിതമായത്. അതിൻ്റെ ഇല്ല കേട്ടോ, അത് എഴുതിയിട്ടില്ല. ഞാനത് എഴുതിയെന്ന് വിചാരിച്ചത്. മുസമ്മൻ, അജലുൻ. സമ്മ യുസമ്മി, സമ്മ യുസമ്മി, സമ്മിനാണ് അംബ്രഫേൽ. ഇത് ഇസ്മു മഫൂല് സമ്മിൻ. പക്ഷെ അതിൻ്റെ റൂട്ട് ലെറ്റർ നോക്കിയിട്ടുണ്ടോ? എല്ലാവരും അയച്ചിട്ടുണ്ട് അതിൽ ഗ്രൂപ്പിൽ എന്തൊരു മെസ്സേജ് വന്നുള്ളത്. ഒരു മിനിറ്റ് കേട്ടോ, ആയത്തിൽ നോക്കിയാൽ കിട്ടും. സുഹൃത്ത് 46. മുസമ്മ അത് 3. മുസമ്മൻ, സമ്മ യുസമ്മി, സമ്മിൻ, മുസമ്മിൻ, മുസമ്മൻ, തസ്മിയത്തുൻ. കണ്ടോ, തസ്മിയത്ത് നോക്കിയാൽ കിട്ടും. തസ്മിയത്തുൻ വിളിക്കും. സമ്മ അത് 3 3അല്ലേ? അതെ, സൂറത്തുൽ അഹ്കാഫിൻ്റെ 3. അതിൽ എന്താണെന്നറിയോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം മഷ യംഷി, അതിൻ്റെ ഇസ്മു ഫായിൽ മാഷിൻ എന്നല്ലേ പറയാ. നക്കീറാവുമ്പോൾ മാഷിൻ, മാരിഫയാകുമ്പോൾ അലിഫ്ലാം ഇട്ടിട്ട് അൽ മാഷി എന്നിട്ട് യാ ഇടും ഇല്ലേ. മൻകൂസ് പഠിച്ചില്ലേ, ഓർമ്മല്ലേ? ഓർമ്മയുണ്ടോ? വാദിൻ ഒക്കെ പറയുമ്പോൾ നക്കീറാകുമ്പോൾ യായിന് ഒഴിവാക്കിയിട്ട് ഇടാറില്ലേ നമ്മള്. അതുപോലെ ഇവിടെ എങ്ങനെ സമ്മ എന്നുള്ളത് മാലി, സമ്മ മാലി, അംറഫേല്, മുസമ്മിൻ എന്നുള്ളത് ഇസ്മു ഫായിൽ, മുസമ്മ എന്നുള്ളത് ഇസ്മു മഫൂല്. മുസമ്മ. അപ്പോൾ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തഅദ്ദുറായതുകൊണ്ട് അതിന് ആ ലെറ്ററിന് ഹർക്കത്ത് വെളിവാവാത്തതാണ്. അതുകൊണ്ട് മറ്റേ ഇതാണല്ലോ, അലിഫ് മക്സൂറയാണല്ലോ. പിന്നെ മുസമ്മിന്ന് വരാൻ കാരണം മുസമ്മിയുൻ എന്നാണ് വരേണ്ടത്, മുസമ്മിയുൻ. അപ്പോൾ അവിടെ പിന്നെ നക്കിറാക്കുമ്പോൾ യായിനെ കളയും, മരിഫയാക്കുമ്പോൾ അൽ മുസമ്മി എന്ന് വരും, വിളിക്കുന്നവൻ. വിളിക്കുന്നവൻ മുസമ്മയാണ് കൂടുതൽ ഖുർആനിലൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും അത് ഫോം 2 ആണ്. രണ്ടാമത്തെ ഇതിലാണ്, അങ്ങനെയാണ്, ഫോം 2 ആണ്. നമ്മളത് ആ ബുക്ക് കുറച്ചുകൂടി പഠിക്കാൻ എനിക്ക് കുറച്ചുകൂടി കിട്ടിയിരുന്നു. നമ്മളത് അങ്ങനെ ഇട്ടില്ലേ. ഞാൻ മനസ്സിലാക്കിയത് തെറ്റി. എന്താ
ഏത്? അല്ലേ? അല്ല അല്ല മുളാഫല്ല, അതിന്റെ ഫോം ടു ആണെന്ന് മാത്രം. ആ അല്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അത് ഇതിലും വരുമല്ലോ. മനസ്സിലാക്കിയതല്ല തെറ്റിയത്, കറക്റ്റാണ്. അതായത് മുളഅഫ് എന്ന് പറയുമ്പോൾ മുജറദിലും മസീദിലും മുളഅഫും എല്ലാം വരും, അതിൽ പെടുമല്ലോ. ഇപ്പോൾ റ ആ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഫീലില്ലേ നമ്മുടെ റ ആ എന്ന് പറയില്ലേ, റ ആ റ ആ എറ അങ്ങനെയല്ലേ, റ അല്ലേ എറ വന്നത്? ആ ഏ ആ ആ അത് റ ആ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതിലൊക്കെ പെടുത്തും? മഹ്മൂസാണ് മഹ്മൂസാണ്, അല്ലേ? പിന്നെ ഇതാണ് എന്ത്, നാക്കിസാണ്. നാക്കിസാണ്. പിന്നെ സുലാസി മുജറദ് അല്ലേ, 3 ലെറ്റർ അല്ലേ? 3 ലെറ്റർ ആണ് അല്ലേ? ആ ഓക്കെ. പിന്നെ റ ആ. പിന്നെ മറ്റേതോ അറയോ? 4 ലെറ്റർ ആണ്. 4 ലെറ്റർ ആണ് അറ. എന്താ അതിന്റെ ശരിക്കാസില്? അർ അയ എന്നാണ്, കണ്ടോ? 4 ലെറ്റർ അർ അയ. അപ്പൊ അത് എന്തൊക്കെ മഹ്മൂസാണ്, നാക്കിസാണ്. അതുകൂടാതെ ഫോം 2 അല്ല അത് വരുന്നത്, അഫലവസനാണ്. അഫലവസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോം 5 അല്ല 2 3 4 4 നാലാമത്തേണ്. അപ്പൊ അതിലും വരും. അപ്പൊ അങ്ങനെ പറയുമ്പോ കുഴപ്പമില്ലല്ലോ. അതുപോലെ മുളഅഫും ഒക്കെ ഇതിലൊക്കെ വരും, പലതിലും വരും. 3 അക്ഷരങ്ങളോ 4 അക്ഷരങ്ങളോ ഒക്കെ. ശരി. അപ്പൊ അങ്ങനെ അല്ല, അപ്പൊ നമ്മള് ഇപ്പൊ ഫഅല എന്ന് പറയുകയാണെങ്കിൽ അത് മുവാഫ് എന്ന് പറയൂലോ, പറയോ? അത് ഫോം 2 ആണെന്നല്ലേ പറയൂ? അങ്ങനെ പറയുള്ളൂ. പക്ഷെ ഈ നാക്കിസ് ആയിക്കോട്ടെ അജുവഫ് ആയിക്കോട്ടെ എല്ലാ ക്രിയകളും ഫോം 2ലും 3ലും 4ലും ഒക്കെ വരും. 1ലും 2ലും 3ലും 4ലും. ഇത് പേലല്ലേ അവസാന ലെറ്ററിൽ അങ്ങനെ പറയില്ല, അങ്ങനെ അത് മാത്രമായിട്ട് പറയില്ല. പക്ഷെ അങ്ങനെ വരുമ്പോ രണ്ടും പറയും. ഇത് പറഞ്ഞ പോലെ അങ്ങനെ പറയും. ചില ഇപ്പോ നമ്മള് ഒറ്റ കറുമ അല്ലെ, കറുമല്ല അബ അബ ഒരു മിനിട്ടാ, ഏത് പറഞ്ഞില്ല അബ വരുന്നത്, അബ വരുന്നത് ഒരു ഇതുണ്ട്. ഓ ആ അബയിലാണ് ഏതൊരു ഫെയിലുണ്ട്, ഞാൻ മറന്നുപോയി. അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ ഒരു ഒറ്റ ഫെയില് മാത്രം അതിൽ ഇതുള്ളൂ. മറ്റേ ലാസി മുത്തദ്ദി ധിക്കരിക്ക മുത്തദ്ദി ഉള്ളൂ എന്ന് തോന്നുന്നു. അത് ഏതൊരു ഇതിൽ വരും. പക്ഷെ അത് നാക്കിസ്. പക്ഷെ നമ്മളങ്ങനെ പറയും, ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നു എന്നുള്ളൂ. ഒരു ഇതിപ്പോൾ നമ്മൾ അത് നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പറയുമ്പോൾ സബ്ബഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ബഹ എന്നുള്ളത് മുളഅഫാണ്. സബ്ബഹ മുളഅഫാണ്. പക്ഷെ മുളഅഫായ ക്രിയകളിൽ നമ്മൾ പഠിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചത് 3 ലെറ്റേഴ്സ് എളുപ്പത്തിനുള്ളതല്ലേ പഠിച്ചിട്ടുള്ളൂ. മദ്ദ ഷമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ 3 അക്ഷരമുള്ളത് മാത്രമേ, ഷമ്മ മദ്ദൊക്കെ 3 ലെറ്റർ അല്ല, ആ 3 ലെറ്ററുമ്പോൾ മാത്രം പഠിച്ചിട്ടുള്ളൂ. പറയാം അലവസനും മുഷദ്ദദാണ് അല്ലെങ്കിൽ മുളഅഫാണെന്ന് പറയാം. ശബ്ദ വരുന്ന പേരുകൾ നമ്മള് മൊത്തത്തിൽ പറയുമ്പോ കുഴപ്പമൊന്നുമില്ലല്ലേ? അതെ 3 ലെറ്റർ ആകുമ്പോഴും 4 ലെറ്റർ ആകുമ്പോഴൊക്കെ അങ്ങനെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കോമൺ ആയിട്ട് പറയാം. ഫോം 2ൽ മുളഅഫായ ഫീലുകളാണ് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. അതിനങ്ങനെ പറയാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ ഈ മുവാഫ് എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയാ, അതിന്റെ ഏറ്റവും ഏറ്റവും അടിസ്ഥാനമായ രൂപം ശബ്ദം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അടിസ്ഥാന രൂപം എന്ന് പറഞ്ഞാല് അതിന്റെ എന്താ പറയാ റൂട്ട് വേർഡ്സ് ശ്രദ്ധ വരുന്നത്. അതായത് പിന്നെ 2 അക്ഷരങ്ങള് ഇടാൻ ചെയ്യുന്ന സമയത്താണല്ലോ ഇത് ശ്രദ്ധ വരുന്നത്. പക്ഷെ ഫോം 2 എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഫോം ഫസ്റ്റ് രൂപം ഉണ്ടല്ലോ. ഇപ്പോ ഈ കത്തല സോറി ഫഅല എന്നുള്ളതിന്റെ ഫോം 2 അല്ലേ ഫഅല. പക്ഷെ മസ്സ എന്നൊക്കെ പറയുന്ന സമയത്ത് മസ്സ എന്നുള്ള തന്നെയല്ലേ അതിന്റെ ഫസ്റ്റ് രൂപം, ഫസ്റ്റ് ഫോം അത് തന്നെയല്ലേ? അപ്പൊ അതിന് വേറൊരു എന്താ പറയാ, അതിന് വേറൊരു രൂപം ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടാവൂലല്ലേ? അല്ല ഇപ്പോ നസല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, നസ്സല അതിന്റെ
അത് മുളഅഫു ആണ്, അതുകൂടാതെ ഫോം 2 ആണ്. അത് ശരി, അങ്ങനെ തന്നെയാണല്ലേ, അങ്ങനെ പറയാം, രണ്ടും ആണെന്ന് പറയാം. ഞാൻ നെറ്റിൽ നോക്കുന്നുണ്ട്. മുളഅഫാണ്. ഖദ്ദറ, ഖദ്ദറ പറഞ്ഞാല് അതിനെയും നമ്മൾ അപ്പൊ ഫോം 2-ലുള്ള പിന്നെ ഫീലുകളെയും നമ്മള് മുലാഫ് പറയും മുലാഫ് പറയും. അതെ അതെ, തലൈഫാണ് മുലാഫ് എന്ന് പറയും. മുതാഫത്തിന്റെ അർത്ഥം കിട്ടുമ്പോ കസ്സറ എന്നൊക്കെ പറയുമ്പോ കിട്ടും. മുലാഫിന്റെ ഡെഫിനിഷൻ പഠിച്ചതിന് ഇരട്ടിച്ച് വരുന്ന ഫേലുകളെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അതിന് മുലാഫ് തന്നെയല്ലോ. അപ്പൊ അത് പറയാം. കണ്ടോ എത്ര ലെറ്റർ ആയി ഇപ്പോ? ഇർതദ്ദ, 5 അക്ഷരം ഉള്ളതല്ലേ ഇർതദ്ദ. അങ്ങനെ പറയും. ഇതിനിപ്പോ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ എങ്ങനെ ഒന്ന് ഇതാക്കി ചെയ്താൽ ശരിയാവും. പക്ഷെ ഇതേ പാറ്റേണിലുള്ള ഒരു 5-6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ. അപ്പൊ സമ്മ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മ യുസമ്മ അല്ലേ, യുസമ്മി എന്നാണ് എന്ത് മാലി മുലാരി. ഏത്? ഇർതദ്ദ, ഇർതദ്ദ, ഇർതദ്ദ. ഏതാ പാറ്റേൺ? അങ്ങനെ ഉണ്ടോ? ഫോം 7 അല്ലേ? ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവുമായിരിക്കും ഇൻഷാ അല്ലാ. ശരിയോ? ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മള് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് എവിടെയെങ്കിലും ഒരു അടയാളപ്പെടുത്തിട്ട് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞത്? എന്നിട്ട് ഞാനതൊന്നുകൂടി നമുക്ക് നോക്കാം. വയഹല്ലു മഫൂലു ബിഹി യുസമ്മ അല്ലേ, വയുസമ്മ നായിബു ഫൈൽ. യുസമ്മ എന്താ പറഞ്ഞത്? യുസമ്മ ഫിയലുൻ സമ്മ യുസമ്മ ഫിയലുൻ മുലാരിഉൻ ലിൽ മജ്ഹൂലി മർഫൂഉൻ ബിളമ്മത്തിൽ മുഖദ്ദറത്തി അലൽ അലിഫി ലിത്തഅദ്ദുരി. നായിബ ഫായില. യുസമ്മ വിളിക്കപ്പെടുന്നു, അതിനെ വിളിക്കപ്പെടുന്നു അല്ലേ. യുസമ്മ കൺഫ്യൂഷൻ അടിച്ചല്ലോ. നായിബ് ഫായില് എന്തായിരുന്നു? ലമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അതിനെ വിളിക്കപ്പെടുന്നു അല്ലേ, അതിനെ വിളിക്കപ്പെടുന്നു, അതിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു, അതിനെ വിളിക്കപ്പെടുന്നു. അപ്പൊ വിളിക്കുന്ന ആളില്ല അല്ലേ. യുസമ്മ, യുസമ്മി, സുസമ്മ ഇതല്ലേ മജ്ഹൂലല്ലേ അത്? യുസമ്മ നോക്കി മജ്ഹൂലല്ലേ? അതെ. അപ്പൊ നായിബ് ഫായില അതിനെ വിളിക്കപ്പെടുന്നു. നായിബ് ഫായില, നായിബ് ഫായിലെന്ന് അതിനെ വിളിക്കപ്പെടുന്നു. കൺഫ്യൂഷൻ അടിച്ചില്ലേ? അതില് നമുക്ക് കൺഫ്യൂഷൻ ആവാനും അതിൽ മുഖദ്ദറായിട്ട് നായിബ് ഫായിലിന്റെ ഇറാബ് കിടക്കണമെന്നല്ല പറഞ്ഞപ്പോ. അതെ, എത്ര മാം? അതിന്റെ നായിബ് ഫായിലയുടെ മുസ്തതിറാണ്. അതിനെ വിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ അതില് അതിനെ വിളിക്കപ്പെടുന്നു. അപ്പൊ ഈ നായിബ് ഫായിൽ എന്തുണ്ടായിരിക്കും? അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു സഅല സുഇലൊക്കെ പറഞ്ഞില്ലേ ഇവിടെ, യസ് അലു അത്തരം ക്രിയകൾക്ക് 2 മഫൂലും ബിഹി ഉണ്ടായിരിക്കും. ഓക്കെ, 2 മഫൂലും ബിഹി ഉണ്ടാവും. നേരത്തെ പറഞ്ഞ അതുപോലെ ഇഹ്ദിന സിറാത്ത, ഇഹ്ദീന, ഇഹ്ദി ഒരു ഫേലാണ്. നാ മഫൂലും ബിഹി, സിറാത്ത മഫൂലും ബിഹി അല്ലേ, 2 മഫൂലും ബിഹി. ഞങ്ങളെ നയിക്കണമേ, സിറാത്ത ഇല്ലേ. അപ്പൊ ചില ക്രിയകൾക്ക് 2 മഫൂലും ബിഹി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2 മഫൂലും ബിഹി ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ മഫൂലും ബിഹിനെ നമ്മൾ നായിബ് ഫായിലാക്കി, രണ്ടാമത്തേന് മഫൂലും ബിഹി ആക്കി. ഇപ്പൊ ക്ലിയർ ആയ? അധ്യാപകൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. എങ്ങനെ പറയാ? അല്ലെങ്കിൽ അധ്യാപകൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. പറഞ്ഞേ. സഅലൽ മുദരിസു സുആലൻ അല്ലേ. സഅലൽ മുദരിസു എന്നോട് ചോദിച്ചു എന്ന് പറയണ്ടേ. എന്നോട് സഅലനി. അപ്പൊ നീ ഒരു മഫൂലും ബിഹി നീയാണ് അല്ലെ. യാ മുത്തക്കല്ലിമു സുആലുൻ, മറ്റു സുആലൻ രണ്ടാമത്തെ മഫൂലും ബിഹി അല്ലേ.
ആ. അതെ. ഞാനൊരു ചോദ്യം ചോദിക്കപ്പെട്ടു. ഉം. ഏതൊക്കെ? സുഇല, സുഇല. ഞാനാണ്. അപ്പൊ സുഇലത്തു, എനിക്കനുസരിച്ച് മാറ്റണം. ഞാനാണ് സുഇൽത്തു, മഫൂലും ബിഹി. എനിക്കനുസരിച്ച് ഞാൻ ആയിബ് സുഇൽത്തു, ഫൈലാവാണ്. അപ്പൊ എനിക്കനുസരിച്ച് ഫീൽഡ് മാറ്റണം. ഞാൻ ചോദിക്കപ്പെട്ടു. സു- സുഇൽത്തു, ആ കറക്റ്റ്. സുഇൽത്തു. സുഇൽത്തു. ആ ഒരു ചോദ്യം. സുഇൽത്തു ഉം. സുആലൻ. സുആലൻ. കിട്ടിയാ? അപ്പൊ ഈ തൂ നായിബ് ഫൈലായി, സുആലൻ രണ്ടാമത്തെ മഫൂലും ബിഹി എന്തായി? മഫൂലും ബിഹി എന്നായി? ഓക്കെ. ഇല്ല, കത്തിയിട്ടില്ല. അതായത് രണ്ട് മഫൂലും ബിഹി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ഒരു മഫൂലും ബിഹിനെ നായിബ് ഫൈലാക്കിയിട്ട് ക്രീ അതിനനുസരിച്ചിട്ടൊക്കെ ആക്കി കൊടുത്ത് രണ്ടാമത്തെ മഫൂലും ബിഹിനെ മഫൂലും ബിഹി ആക്കി വെച്ചു. ഓക്കെ, രണ്ട് മഫൂലും ബിഹി വരുമ്പോൾ ഒരു ജുംലയിലെ ഫായിൽ വന്ന് രണ്ട് മഫൂലും ബിഹി വരും. രണ്ട് ബിഹി വരുന്ന ഫായിലില് ഇതില് നമ്മൾ എന്ത് ചെയ്യും? ഫായിലിനെ ഒഴിവാക്കിയിട്ട് ഒരു നായിബ് ഫായിലിനെ വെക്കും. മഫൂലും ബിഹിനെ പിടിച്ച് നായിബ് ഫായിലാക്കും. ഫായിലിന്റെ സ്ഥാനത്ത് വെക്കും. സ്ഥാനത്ത് വെക്കുമ്പോൾ ഒന്നാമത്തെ മഫൂലും ബിഹി, ആദ്യം വരുന്ന മഫൂലും ബിഹിക്കാണ് ആ സ്ഥാനം, നായിബ് ഫായിലിന്റെ സ്ഥാനം കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് ക്രിയ മാറ്റി. ആ ഓക്കെ. രണ്ടാമത്തെ മഫൂലും ബിഹി ആയിട്ട് തന്നെ ഇരിക്കും. ക്ലിയർ ആയി? അപ്പൊ ഈ നായിബ എന്നുള്ളത് മഫൂലും ബിഹിയാണ് കേട്ടാ. വഹുവ മുളാഫ് ഫായിലുൻ മഫൂലും ബിഹി, അല്ല മുളാഫിൻ ഇലൈഹി. വഹുവ മർഫൂഉൻ, അത് മർഫൂ ആകുന്നു. വാവു ഹർഫുൽ അത്ഫ് ഹുവ ളമീറുൻ മുൻഫസിലും മബ്നിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ മർഫൂഉൻ ഖബറുൻ മർഫൂഉൻ. നഖൂലു, നമ്മൾ പറയുന്നു. നഖൂലു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു നഹ്നു. ഖതലൽ, അവിടെ ഇവിടെ ഈ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഖതലൽ ജുന്ദിയു ജാസൂസ, പട്ടാളക്കാരൻ ചാരനെ കൊന്നു. ഖതല ഫിഅലുൻ മാളിൻ മബ്നിയുൻ അലൽ ഫതഹി, ജുന്ദിയു ഫാഇൽ, ജാസൂസ മഫ്ഊലുൻ ബിഹി. ഖുതിലൽ ജാസൂസു, ചാരൻ കൊല്ലപ്പെട്ടു. ഖുതില ഫിഅലുൻ മാളിൻ മബ്നിയുൻ അലൽ ഫതഹി വഹുവ മബ്നിയുൻ ലിൽ മജ്ഹൂലി, അൽ ജാസൂസു നായിബ് ഫാഇലുൻ മർഫൂഉൻ. ഇനി അതിൻ്റെ മുളാരി വരുമ്പോൾ യസ്മഉൽ നാസുൽ അദാന ബിവുളൂഹിൻ, ജനങ്ങൾ ബാങ്ക് വ്യക്തമായി കേൾക്കുന്നു. വുളൂഹ് എന്ന് പറഞ്ഞാൽ വലഹ, വുളൂഹിൻ വ്യക്തതയോട് കൂടിയിട്ട് കേട്ടോ, വ്യക്തമായി കേൾക്കുന്നു. യസ്മഉ ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി, അന്നാസു ഫാഇൽ, അൽ അദാന മഫ്ഊലുൻ ബിഹി, ബിവുളൂഹി ജാറുൻ വ മജ്റൂറുൻ. വലഹ അതിൽ നിന്നാണ് വുളൂഹ്. യുസ്മഉൽ അദാനു ബിവുളൂഹിൻ, ബാങ്ക് വ്യക്തമായി കേൾക്കപ്പെടുന്നു. അപ്പോൾ യുസ്മഉ ഫിഅലുൻ മുളാരിഉൻ ലിൽ മജ്ഹൂലി മർഫൂഉൻ ബിളമ്മത്തി, അൽ അദാനു നായിബ് ഫായിലുൻ മർഫൂഉൻ ബിവുളൂഹി ജാറുൻ വ മജ്റൂറുൻ. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ. ചില ക്രിയകൾക്ക് രണ്ട് മഫൂലും ബിഹി വരും. അത് നമ്മൾ മജ്ഹൂലാക്കുമ്പോൾ അഥവാ പാസീവ് വോയിസ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ മഫൂലും ബിഹിനെ നായിബ് ഫായിലാക്കുക, രണ്ടാമത്തെ മഫൂലും ബിഹി ആക്കി തന്നെ വെക്കുക. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം കേട്ടോ, അത് മറക്കരുത് കേട്ടോ. അത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഞാനും കൺഫ്യൂഷൻ അടിച്ചിട്ട് എന്തായിരുന്നു എന്ന്. പിന്നെ എനിക്ക് ഓർമ്മ അങ്ങനെ ഉണ്ടൊരു റൂൾ ഉണ്ടല്ലോ എന്ന്. അൽഹംദുലില്ലാ. ഇനി എന്തെങ്കിലും ഉണ്ടോ കൺഫ്യൂഷൻ? ഞാൻ ചോദിച്ചോ, ഞാനിതപ്പോൾ റെക്കോർഡിങ് കൂടില്ലല്ലോ.